ഹലോ, എൻ്റെ കോളേജിൽ ഞങ്ങൾ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റുകാർ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൻ്റെ നെയിം ബോർഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഫോണ്ട് ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ബിബിൻ വരച്ചു തരുന്ന ഫോണ്ടുകൾ ഞാനൊരു കാർഡ്ബോർഡിലേക്ക് വരച്ചെടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഇരുന്ന ഒരാൾ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് കുറേ വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട്, അതായത് പഴയ സാധനങ്ങൾ, പൊട്ടി, സ്കെയില്, കത്രിക, പഴയ ചാവി, വളകൾ, ഓർണമെൻറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫോണ്ടിലേക്ക് അത് ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. വേസ്റ്റ് മെറ്റീരിയൽസ് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും റിസ്ക്കുള്ള പണി എന്ന് പറയുന്നത്. ഒരു 3-4 ദിവസം എടുത്തിട്ടാണ് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്, അതും ഫ്രീ ഹവർ കിട്ടുന്ന സമയങ്ങളിൽ. അങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒട്ടിച്ചെടുക്കാൻ തന്നെ ഏകദേശം ഒരു 3 ദിവസത്തോളം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിൽ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന പോർഷൻസിൽ നമ്മൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ചെറിയ ഡിസൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ള ലെറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ലെറ്റേഴ്സിൻ്റെയും ഡീറ്റെയിലിംഗ് വരുന്നത്. ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത്രയും ലെറ്റേഴ്സിന് പെയിൻറ് അടിച്ചെടുക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് സ്പ്രേ പെയിൻ്റ് ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചില ലെറ്റേഴ്സിൽ ഞങ്ങൾ തെർമോക്കോൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ സ്പ്രേ പെയിൻറ് അടിച്ച സമയത്ത് ഉരുകിപ്പോയി. അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് പറ്റി. എന്നിരുന്നാലും ആ ഉരുകിയ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഞങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്തു കേട്ടോ. സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ക്ലാസ്സിൽ വരി നിൽക്കുമായിരുന്നു ഓരോരുത്തർ, എനിക്കും സ്പ്രേ പെയിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ കുറച്ച് രംഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെയിൻറ് അടിച്ച് വെച്ചിട്ടുള്ള എല്ലാ ലെറ്റേഴ്സിലും നമ്മൾ സിൽവർ പെയിൻറ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കും.
അതിനുശേഷം ഗോൾഡൻ മെറ്റാലിക് പെയിൻറ്റും ബ്രോൺസ് മെറ്റാലിക് പെയിൻറ്റും ഉപയോഗിച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രോൺസ് ഗോൾഡൻ ഷെയ്ഡ് കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായത് സിൽവർ പെയിൻറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇത്തരം ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെയിം കളറിൽ ഷെയ്ഡ്സിൽ വരുന്ന കളറ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഒരു പ്ലൈവുഡ് എടുത്തിട്ട് അതിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മേലാണ് ഇത്രയും ലെറ്റേഴ്സ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വെസ്റ്റ് ബലോൺസ എന്നുള്ളതായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. ആ പ്രോഗ്രാമിൻ്റെ ചെറിയൊരു വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്.